ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 10ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ആകാശത്തിലെ നക്ഷത്രത്തെ നോക്കി നിൽക്കുന്നൊരു കുട്ടി വാവിട്ട് കരയുകയാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നക്ഷത്രം ചോദിച്ച പോലും, കുഞ്ഞെ, എന്തിനാണ് നീ എന്നെ നോക്കി കരയുന്നത്? കുഞ്ഞ് പറഞ്ഞു, എനിക്ക് നിന്നെ എന്തോരം ഇഷ്ടമാണെന്നറിയോ, പക്ഷേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും അതിനേക്കാൾ എത്രയോ അകലത്തിലാണ് നീ നിൽക്കുന്നത്. നിന്നെ തൊടാൻ എനിക്ക് പറ്റണില്ലല്ലോ, അതാണ് എൻ്റെ സങ്കടം. കുഞ്ഞിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നക്ഷത്രം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ഉള്ളിൽ ഞാനുള്ളത് കൊണ്ടാണ് നിനക്കെന്നെ കാണാൻ കഴിയും. നിനക്കെന്നെ തൊടാൻ പറ്റില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന്. ദൈവം തൊടാൻ പറ്റാത്തതിൻ്റെ പേരിൽ, ദൈവത്തെ തൊടാനാവാത്തതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുകയാണ്. അറിവല്ല എൻ്റെ ദൈവം, അനുഭൂതിയാണ് എൻ്റെ ദൈവം, അനുഭവമാണ് എൻ്റെ ദൈവം എന്നൊക്കെ കവി മനോഹരമായി പാടിയിട്ടുണ്ട്. ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ ആകുമ്പോൾ ക്രിസ്മസ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരും. പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുമ്പോഴാണ് ക്രിസ്തുമസ് അർത്ഥപൂർണമായി തീരും. എൻ്റെ ദൈവം അങ്ങെങ്ങാണ്ട് അകലെ കഴിയുന്ന ആരോ ആണെന്നുള്ളൊരറിവല്ല. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളറകളിൽ ജീവിക്കുന്ന സജീവ സാന്നിധ്യമായി മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായും ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. നക്ഷത്രം ഉള്ളിൽ പേറുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വഴിയെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ വലിയ വെളിച്ചം പകർന്നു കൊടുക്കാൻ കൂടെ സാധിക്കും. ഈ ക്രിസ്മസ് കാലം ദൈവം അറിവിൽ നിന്ന് അനുഭവമായി മാറ്റപ്പെടുവാൻ, അനുഭൂതിയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കൃപാകടാക്ഷങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.